ഹലോ അസ്സലാമു അലൈക്കും. സൽന കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ വന്നിട്ടുള്ളത് നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഇറച്ചിക്കറി പോലത്തെ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാൻ ഗ്രീൻ പീസൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ നമുക്ക് കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് വേവാനുള്ള വെള്ളം കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. അത് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. അപ്പോൾ ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനൊക്കെ അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിൽ ഉപ്പ് ഇട്ടതാണല്ലോ. പിന്നെ കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ കിഴങ്ങും തക്കാളിയും ക്യാരറ്റും പാടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും നല്ലോണം അരച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ചിക്കൻ മസാല, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാ പൊടികളും ഒന്നിച്ചെണ്ണതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആ പൊടികളെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറുന്നത് വരെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പൊടികളൊക്കെ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കേട്ടോ ഇതുപോലെ ആയിട്ടുള്ളത്. വേവ് ഏറിയിട്ടൊന്നുമില്ല, പാകത്തെ വേവിനായിട്ട് തന്നെയാണ്. വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെന്ത് ഏറിയ പോലെ തോന്നുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലയും ആ ഗ്രീൻ പീസും എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ പൊടികൾ ചേർത്തപ്പോൾ നല്ലോണം തിളച്ച് വരട്ടെ. നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ അത് തിളച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം തിളച്ചത് നമ്മളെ കറി ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. നല്ലൊരു കറിയാണ്, നല്ല മസാലയോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.